തക്കാളി വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ തക്കാളി മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നേരിയതായിട്ടാണ് ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. സവാള അരിഞ്ഞിട്ടെടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ സവാള നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഉഴുന്നും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കുക. ഞാനൊരു 2 പച്ചമുളകാണ് എടുത്തിരുന്നത്. ഇനി പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5-6 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വഴറ്റിയെടുക്കുന്ന ടൈമിലേക്ക് നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. തക്കാളിയിൽ തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വരും. ഇനി ഈ തക്കാളി ഒന്ന് ഒരു 3 മിനിറ്റ് സമയം വരെ നമുക്കിതൊന്ന് അടച്ചിട്ട് വെക്കുക. ഇപ്പോൾ ഇതാ തക്കാളി അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയിലുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. മസാലയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതാ ഒരു 4-5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,